റെസ്പിറേഷൻ രണ്ട് രീതിയിലാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന് ന്യൂറൽ റെഗുലേഷൻ, മറ്റേത് കെമിക്കൽ റെഗുലേഷൻ. ന്യൂറൽ റെഗുലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് ബ്രെയിനാണ്, ബ്രെയിനിലെ പോൺസും മെഡുലയും. കെമിക്കൽ റെഗുലേഷൻ ആണെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്നത് ചില റിസപ്റ്റേഴ്സ് ഉണ്ട്. റിസപ്റ്റേഴ്സാണ് കീമോ റിസപ്റ്റേഴ്സ്. ഈ കീമോ റിസപ്റ്റേഴ്സ് ദേ ആർ സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ CO2, H+, O2. സോ പോൺസിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. സോ ഇത് അപ്പർ പോൺസ്, ഇത് ലോവർ പോൺസ്. അപ്പർ പോൺസിൽ ന്യൂമോടാക്സിക് സെൻ്ററാണ്, ന്യൂമോടാക്സിക് സെൻറ്റർ. ലോവർ പോൺസിൽ ആപ്പിന്യൂസ്റ്റിക് സെൻറ്റർ. മെഡുലയിൽ വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്, VRG. ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺ ഉണ്ട്. പിന്നെ ഇതേ വെൻട്രലിൽ കാണുന്ന പ്രീ ബോഡ്സിംഗർ കോംപ്ലക്സ് ഉണ്ട്, പ്രീ ബോഡ്സിംഗർ കോംപ്ലക്സ്. നമ്മൾ റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് പോൺസാണ്. റെസ്പിറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് മെഡുലെ. സോ ഫസ്റ്റ് പ്രീ ബോഡ്സിംഗർ കോംപ്ലക്സ്. പ്രീ ബോഡ്സിംഗർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് റെസ്പിറേഷൻ്റെ പേസ് മേക്കറാണ്. മെഡുലയ്ക്ക് വെൻട്രലായിട്ടാണ് കാണപ്പെടുന്നത്. സോ ഈ പേസ് മേക്കർ റെസ്പിറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. റെസ്പിറേഷൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊലോങ് ചെയ്യുന്നതാണ്, റെസ്പിറേഷനെ പ്രൊലോങ് ചെയ്യുന്നതാണ് ആപ്പിന്യൂസ്റ്റിക് സെൻറ്റർ. സോ അത് ടൈഡൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. ആ സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്യൽ ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോണിൻ്റെ ഫങ്ഷനാണ്. അതായത് അത് റാമ്പ് സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോണ് റാമ്പ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. സോ ദർ വിൽ ബി എ സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ ടൈഡൽ വോളിയം. സോ ഈ പറയുന്ന ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺ അത് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസ്പിറേഷനാണ്. എന്നാൽ ഈ വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എക്സ്പിറേഷനാണ്. സോ ഡൈവ് എന്ന് ആലോചിച്ചാൽ മതി. ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺ ഇൻസ്പിറേഷനും വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺ എക്സ്പിറേഷനും. സോ ഇപ്പം വോളിയം കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ആ ഇൻസ്പിറേഷനെ ഇൻഹിബിറ്റ് ചെയ്യാൻ അപ്പർ പോൺസിലുള്ള ന്യൂമോടാക്സിക് സെൻറ്റർ പിന്നെ വേഗൽ സെൻറ്ററും വേഗസും. വേഗസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലങ്സ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് വേഗൽ സ്റ്റിമുലേഷൻ കിട്ടും. ഇത് രണ്ടും ഇൻഹിബിറ്ററി സിഗ്നൽ സെൻഡ് ചെയ്യും ആപ്പിന്യൂസ്റ്റിക് സെൻറ്ററിലേക്ക്, ഇൻഹിബിറ്ററി സിഗ്നൽ സെൻഡ് ചെയ്യും. ആൻഡ് സോ DRGയും ഇൻഹിബിറ്റഡ് ആവും, ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോണും ഇൻഹിബിറ്റഡ് ആവും. സോ എക്സ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യും. എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാസീവ് പ്രോസസ്സ്. സോ അതിനൊരു ന്യൂറൽ കൺട്രോൾ ആവശ്യമില്ല. ജസ്റ്റ് പാസീവ് പ്രോസസ്സ് ആയതുകൊണ്ട് ലങ് ഒരു സ്പ്രിങ് മാറിയില്ല, ജസ്റ്റ് റിലാക്സ് ചെയ്യും. സോ ഓൾറെഡി കൺട്രാക്റ്റഡ് ആയിട്ടുള്ള മസിൽസ് റിലാക്സ് ചെയ്യും. സോ അങ്ങനെയാണ് എക്സ്പിറേഷൻ. അപ്പം ഈ വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോണിൻ്റെ ആവശ്യം വരുന്നത് ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ്റെ ടൈമിലാണ്. ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. സോ റെസ്പിറേഷൻ ഒരു ഇൻവോളണ്ടറി പ്രോസസ്സാണ്. ഈ പ്രീ ബോഡ്സിംഗർ കോംപ്ലക്സ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്ത് തരാം. അത് സ്പൈനൽ കോഡിലേക്ക് പോയിട്ട് അവിടെയുള്ള C3, C4, C5 ഫൈബേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് ആക്ടിവേറ്റ് ചെയ്യേണ്ട ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും. കാരണം ഇത് ഫ്രെനിക് നെർവ്സ് ആണ്. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നത്. സോ റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ പോൺസ് ഇൻവോൾവ് ചെയ്യുന്നത് റെസ്പിറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും മെഡുല ഇൻവോൾവ് ചെയ്യുന്നത് റെസ്പിറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനുമാണ്. സോ ഹിയർ വി ഹാവ് സീൻ ദാറ്റ് ഈ ന്യൂമോടാക്സിക് സെൻറ്റർ അത് ഇൻഹിബിറ്ററി സിഗ്നൽ അപ്പിന്യൂസ്റ്റിക് സെൻറ്ററിന് കൊടുക്കല്ലേ, അതായത് ഇൻസ്പിറേഷനെ ലിമിറ്റ് ചെയ്യാണ്. സോ ന്യൂമോടാക്സിക് സെൻറ്റർ ലിമിറ്റ് ഇൻസ്പിറേഷനെ ലിമിറ്റ് ചെയ്യാം. സോ അപ്പം അതിൻ്റെ ഒരു സെക്കൻഡറി എഫക്റ്റ് ആയിട്ട് ഇൻസ്പിറേഷൻ ലിമിറ്റ് ചെയ്യണമല്ലോ. സോ റെസ്പിറേറ്ററി റേറ്റ് കൂടുകയാണ്. സോ അതിൻ്റെ സെക്കൻഡറി എഫക്റ്റ് ആയിട്ട് റെസ്പിറേറ്ററി റേറ്റ് കൂടുകയെന്ന് പറയാം ന്യൂമോടാക്സിക് സെൻറ്ററിന്. സോ ഇവിടെയുള്ള ഈ പറയുന്ന വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സ്പിറേഷനിലാണല്ലോ വരുന്നത്. സോ നമ്മൾ എക്സ്ട്രാ ഒരു റെസ്പിറേറ്ററി എഫേർട്ട് എക്സസൈസിൻ്റെ സമയത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്നവരാണ് എക്സ്ട്രാ റെസ്പിറേറ്ററി ഡ്രൈവ്. എക്സ്ട്രാ റെസ്പിറേറ്ററി ഡ്രൈവ്
അഥവാ ഓവർ ഡ്രൈവ് ഫിനോമിന എന്ന് വിളിക്കാം. ഓവർ ഡ്രൈവ് ഫിനോമിന. സോ അടുത്തതാണ് ലീഷൻസ് ഡെവലപ്പ് ചെയ്യുക. സോ ഈ ലീഷൻ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ബിലോ മെഡുലക്ക് താഴെയാണെങ്കിൽ, സോ മെഡുലയിലാണ് പേസ് മേക്കറായിട്ടുള്ള പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സ് ഉള്ളത്. അതുകൊണ്ട് സോ മെഡുലക്ക് താഴെ ലീഷൻ വരികയാണെങ്കിൽ അവിടെ റെസ്പിറേഷൻ സ്റ്റോപ്പ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ഡെത്ത്. കാരണം പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സിന് സ്പൈനൽ കോഡിലേക്ക് പോകാൻ പറ്റില്ല, ഈ പറയുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യില്ല, റെസ്പിറേഷൻ വരില്ല. പിന്നെ ഒരു കേസ് ഉണ്ട്, ഈ പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സ് ഈ ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ, അതില്ലെങ്കിൽ നമ്മളെ റെസ്പിറേഷൻ വോളണ്ടറി ആവും. സോ ആ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഓൺഡൈൻസ് കേഴ്സ് എന്നാണ് വിളിക്കുക. പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സ് ആബ്സെൻ്റ് ആവുന്ന കേസിൽ. സോ സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ലീഡ് ടു ഡെത്ത്. സോ നമ്മൾ സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താ പറഞ്ഞാൽ, ഡ്യൂറിങ് സ്ലീപ്പിംഗ് നമ്മൾ മെക്കാനിക്കൽ വെൻറ്റിലേഷൻ കൊടുക്കണം. കാരണം പ്രീ ബോർഡ്സിംഗർ കോംപ്ലക്സ് ഇല്ലെങ്കിൽ അത് ഒരു വോളണ്ടറി പ്രോസസ്സായിട്ട് മാറിയിരിക്കും. സോ ഡ്യൂറിങ് സ്ലീപ്പിംഗ് നമ്മൾ മെക്കാനിക്കൽ വെൻറ്റിലേഷൻ കൊടുക്കണം. സോ അടുത്ത ലീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് പോണ്ടോ മെഡുലറി ജംഗ്ഷൻ ആണെങ്കിൽ, അതായത് പോൺസിൻ്റെയും മെഡുലക്കും ഇടയിൽ. സോ മെഡുലക്ക് യാതൊരു കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട് റെസ്പിറേഷൻ. പക്ഷേ പോൺസ് ആണല്ലോ കൺട്രോൾ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റെസ്പിറേഷൻ മെയിൻറ്റെയിൻ ചെയ്യില്ല. ദർ വിൽ ബി ഇറഗുലാരിറ്റി ഇൻ റെസ്പിറേഷൻ ഇറഗുലറായിട്ട് മാറും. അടുത്ത ഡെവലപ്പ് ചെയ്യുന്ന ലീഷൻ മിഡ് പോൺസിലാണ്, പ്ലസ് വേഗസ് കട്ടായിക്ക്. സോ മിഡ് പോൺസിലായതുകൊണ്ട് ടോപ്പിലുള്ള അപ്പർ ഇതായിട്ടുള്ള ന്യൂമോടാക്സിക് സെൻറ്ററാണ് വർക്ക് ചെയ്യാത്തത്, ലീഷൻ ഡെവലപ്പ് ചെയ്യുന്നത്, ഫങ്ഷനിങ് അല്ലാത്തത്. പ്ലസ് വേഗസ് കട്ടാണ്, അതായത് ഇൻഹിബിറ്റഡ് ആവുന്നില്ല റെസ്പിറേഷൻ. സോ അതായത് അപ്പിന്യൂസ്റ്റിക് സെൻറ്റർ ഇൻഹിബിറ്റഡ് ആവുന്നില്ല. അപ്പിന്യൂസ്റ്റിക് സെൻറ്റർ ഈസ് നോട്ട് ഇൻഹിബിറ്റഡ്. സോ അവിടെ ഇൻസ്പിറേഷൻ പ്രൊലോങ് ചെയ്യുന്നുണ്ട്, കുറേ നേരം ഇൻസ്പിറേഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് ഫിനോമിന ഈസ് കോൾഡ് അപ്പിന്യൂസിസ്. സോ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിഫ്ലക്സിനെ കുറിച്ചാണ്. സോ അതിൽ ഫസ്റ്റ് റിഫ്ലക്സ് ആണ് ഹെറിംഗ് ബ്രൂവർ റിഫ്ലക്സ്. സോ ഇത് വരുന്നത് നമ്മൾ ഇൻസ്പിറേഷൻ പ്രൊലോങ് ചെയ്യാണ്. സോ ഇൻസ്പിറേഷൻ ഇങ്ങനെ പ്രൊലോങ് ചെയ്യുന്ന സമയത്ത് അത് ഇൻഹിബിറ്റ് ചെയ്യപ്പെടണം, ഓർ എൽസ് അവിടെ ലങ് ഇഞ്ചുറീസ് ഉണ്ടാവും. കാരണം ലങ്സ് ഓവർ സ്ട്രെച്ച് ആയിട്ടുണ്ടെങ്കിൽ അത് ലങ്സിൽ ഡാമേജ് ഉണ്ടാവും. സോ ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കണം, എക്സ്പിറേഷൻ്റെ ഡ്യൂറേഷൻ കൂട്ടണം. സോ ഈ ഒരു റിഫ്ലക്സാണ് ഹെറിംഗ് ബ്രൂവർ ഇൻഫ്ലേഷൻ റിഫ്ലക്സ്. ഇതേമാതിരി തന്നെ ഡീഫ്ലേഷൻ റിഫ്ലക്സും ഉണ്ട്. അതായത് എക്സ്പിറേഷൻ പ്രൊലോങ്ഡ് ആണ്. സോ എക്സ്പിറേഷൻ പ്രൊലോങ്ഡ് ആയാൽ ഈ എക്സ്പിറേഷൻ ഇൻഹിബിറ്റ് ചെയ്യണം. കാരണം അധികം എക്സ്പയർ ചെയ്യുകയാണെങ്കിൽ ലങ്സ് കൊളാപ്സ് ചെയ്യും. അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് എക്സ്പിറേഷൻ ഇൻഹിബിറ്റ് ചെയ്യണം, ഇൻസ്പിറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം. സോ ഇവിടെ ഇൻസ്പിറേഷൻ കൂട്ടണം. സോ ഈ ഒരു റിഫ്ലക്സാണ് ഡീഫ്ലേഷൻ റിഫ്ലക്സ്. സോ ഇതൊക്കെ വരുന്നത് ലങ്സിൻ്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ടാണ്. ഇത് കൺവേ ചെയ്യുന്ന നെർവ് ഫൈബർ എന്ന് പറഞ്ഞാൽ, സോ ഈ റിഫ്ലക്സ് കൺവേ ചെയ്യുന്നത് സ്ലോലി അഡാപ്റ്റിംഗ് ആയിട്ടുള്ള മൈലിനേറ്റഡ് ആയിട്ടുള്ള വേഗൽ ഫൈബേഴ്സ് ഇതിലൂടെയാണ് കൺവേ ചെയ്യുന്നത്. സോ വേറൊരു റിഫ്ലക്സ് ഉണ്ട്, ഹെഡ് പാരഡോക്സിക്കൽ റിഫ്ലക്സ്. ഈ ഹെഡ് പാരഡോക്സിക്കൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, സോ നമ്മൾ ഇൻസ്പയർ ചെയ്ത് പ്രൊലോങ് ആയിട്ട് ഇൻസ്പയർ ചെയ്യാം. അപ്പം സോ നമ്മൾ
പ്രൊലോങ് ആയിട്ട് ഇൻസ്പിറേഷൻ നടത്തുക. അപ്പം ഈ റിഫ്ലക്സ് മൂലം ഉണ്ടാകുന്നത് ഇൻസ്പിറേഷൻ ബോഡി വീണ്ടും കൂട്ടും. ഇതാകെ ഒരൊറ്റ തവണ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്നുള്ളൂ. ആൻഡ് ഡ്യൂറിങ്, അതായത് നമ്മൾ ന്യൂ ബോൺ ആയിരിക്കുന്ന ടൈമിൽ ഫസ്റ്റ് ബ്രീത്ത് എടുക്കൂലേ, ആ സമയത്താണ് ഉണ്ടാകുന്നത്. സോ നമ്മൾ ആ ടൈമിൽ നമ്മളെ ലങ്സ് ഇറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. സോ നമ്മളെ ലങ്സ് കംപ്ലീറ്റ് ഫ്ലൂയിഡായിട്ട് ഫിൽ ചെയ്തായിരിക്കും. അപ്പം അത് ഒഴിവാക്കിയിട്ട് സോ ആ ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ ഇൻസ്പിറേഷൻ നടത്തുന്നത്. മൂന്നാമത്താണ് ജെ റിഫ്ലക്സ്. ഈ ജെ റിഫ്ലക്സ് കാണുന്നത് പൾമണറി എഡിമ ഉള്ള ആൾക്കാർ. ഇവർ ബ്രെത്ത്ലെസ്നെസ്സുമായിട്ട് വരും, അതായത് ശ്വാസം എന്താ പറയുക ബ്രെത്ത്ലെസ്നെസ് ആയിട്ട് വരും. ഇത് റിസൾട്ട് ചെയ്യുന്നത് ഇവിടെ പൾമണറി കാപ്പിലറീസ് ഉണ്ട്. ഈ പൾമണറി കാപ്പിലറീസിന് ജെക്സ്റ്റാപോസിങ്, അതിന് ചുറ്റുമായിട്ട് ഒരു റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്റർ ജെ റിസപ്റ്ററാണ്, ജെ റിസപ്റ്റർ. സോ ഇത് എഡിമ എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലേ. അപ്പം ഈ പൾമണറി കാപ്പിലറീസിൽ നിന്ന് ഫ്ലൂയിഡ് പുറത്തേക്ക് വരും, ഐ മീൻ എഡിമാസ് കണ്ടീഷൻ. അപ്പം ഈ ഫ്ലൂയിഡ് ഈ ജെ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ സ്റ്റിമുലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ജെ റിഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും. സോ ഇമ്മീഡിയറ്റ്ലി ദർ വിൽ ബി ആപ്നിയ ആൻഡ് ബ്രീത്ത്ലെസ്നെസ്. സോ പ്രൊലോങ്ഡ് കേസിൽ പേഷ്യൻ്റ് ഹൈപ്പോടെൻഷനായിട്ടും ബ്രാഡികാർഡിയ ഫീൽ, ബി പി കുറയുക, ഹാർട്ട് ബീറ്റ് റേറ്റ് കുറഞ്ഞതായിട്ട് കാണിക്കും. സോ ഈ ജെ റിഫ്ലക്സ് അത് മീഡിയേറ്റ് ചെയ്യുന്ന നെർവ് ഫൈബർ, ഈ റിഫ്ലക്സ് മീഡിയേറ്റ് ചെയ്യുന്ന നെർവ് ഫൈബർ സി ടൈപ്പ് ഓഫ് ഫൈബേഴ്സാണ്, സി ടൈപ്പ് ഓഫ് വേഗൽ ഫൈബേഴ്സ്. സോ സി ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ആകുമ്പം ദാറ്റ് ഈസ് അൺമൈലിനേറ്റഡ് ആയിട്ടുള്ള ഫൈബേഴ്സാണ്. സോ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ആൾട്ടേർഡ് ബ്രീത്തിങ് പാറ്റേൺ. ഈ ആൾട്ടേർഡ് ബ്രീത്തിങ് പാറ്റേണിൽ ഫസ്റ്റ് വണ്ണാണ് ചെയിൻ സ്റ്റോക്സ് ബ്രീത്തിങ്. ഈ ചെയിൻ സ്റ്റോക്സ് ബ്രീത്തിങ്ങിൽ ആദ്യം ഇൻസ്പിറേഷൻ ഇങ്ങനെ കൂടി സോ ഇത് പീരിയോഡിക് ബ്രീത്തിങ് ആയിട്ടാണ് കാണുന്നത്. ആദ്യം ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ബ്രീത്തിങ്ങിനെ കൂടി വരും, ഹൈപ്പർപിനിയ ഉണ്ടാവും, പിന്നെ ഗ്രാജുവലായിട്ട് ഹൈപ്പോപിനിയ ഉണ്ടാവും, ബ്രീത്തിങ്ങിനെ കുറഞ്ഞ് വരും, ആൻഡ് അറ്റ് ലാസ്റ്റ് എപ്നിയ. സോ ഈ ഇങ്ങനെ ബ്രീത്തിങ് കൂടി വരുന്ന സമയത്ത് ദർ വിൽ ബി CO2 വാഷ് ഔട്ട് ഉണ്ടാവും, സോ CO2 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണത് അവിടെ ബ്രീത്തിങ് റേറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരിക, പിന്നെ അപ്നിയ. ഈ അപ്നിയയുടെ കേസിൽ CO2 ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യും. ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ആണ് ചെയിൻ സ്റ്റോക്സ് ബ്രീത്തിങ്. ഇത് നോർമലി കാണപ്പെടുന്നുണ്ട് ഡ്യൂറിങ് സ്ലീപ്പിംഗ്. ചിൽഡ്രൻസിലും അഡൾട്ടിലും നോർമലി സ്ലീപ്പിങ്ങിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ കാണപ്പെടുന്നത് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയറുള്ള പേഷ്യൻ്റ് ആൻഡ് യുറീമിയുള്ള ആൾക്കാർ. സോ അടുത്തൊരു ടൈപ്പാണ് കുസ്മുൾസ് റെസ്പിറേഷൻ. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് എയർ ഹങ്കർ എന്ന് വിളിക്കും. സോ ഇത് ഹൈപ്പർ വെന്റിലേഷനാണ് കാണുന്നത്, സോ ഇത് ഒരു ഫോം ഓഫ് ഹൈപ്പർ വെന്റിലേഷൻ, അതായത് വളരെ ഡീപ്പായിട്ട് നമ്മൾ റെസ്പിറേഷൻ്റെ റേറ്റും കൂടുന്നുണ്ട്, വളരെ ഡീപ്പറായിട്ടാണ് റെസ്പിറേറ്റ് ചെയ്യുക. സോ ഇത് കാണുന്നത് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഉള്ള ആൾക്കാരിലാണ്. കീറ്റോ അസിഡോസിസ് അത്തരം ആൾക്കാരിലാണ് കുസ്മുൾസ് റെസ്പിറേഷൻ കാണുന്നത്. സോ മൂന്നാമതായിട്ടുള്ള കാണുന്നത്, സോ പ്രൊലോങ്ഡ് ഇൻസ്പിറേഷൻ കാണിക്കും, പിന്നെ ഒരു സ്പാസം, അതായത് അപ്പിനിയോസിസ് വരും. സോ വീണ്ടും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ കാണിക്കും, പിന്നെ ഒരു സ്പാസം വരും. സോ ഇത് അപ്പിനിയോസിസിലേക്ക് വരികയാണ്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊലോങ്ഡ് ഇൻസ്പിറേറ്ററി
spasm, or it is also called apneusis. സോ ഇത് നേരത്തെ പറഞ്ഞൊരു കണ്ടീഷനില്ലേ, അതായത് മിഡ് പോൺസിൽ ഡാമേജും മിഡ് പോൺസിൽ ലീഷൻ ഡെവലപ്പ് ചെയ്യുക പ്ലസ് വേഗസ് കട്ടാവുക. സോ അത്തരം കേസസിൽ അപ്പർ പോൺസിൽ നിന്ന് ഇൻഹിബിറ്ററി ആയിട്ടുള്ള സിഗ്നൽസ് അപ്പിന്യൂസ്റ്റിക് സെൻറ്ററിലേക്ക് വരുന്നില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ആൾട്ടേർഡ് ബ്രീത്തിങ് പാറ്റേൺ കാണിക്കുന്നത്. നാലാമത് ദ ലാസ്റ്റ് വൺ കാണിക്കുന്ന ബയോഡ്സ് ബ്രീതിങ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് അറ്റാക്സിക് ബ്രീതിങ് പാറ്റേൺ. സോ ഇത് കാണുന്ന ആൾക്കാർ ഈ മെഡുലയ്ക്ക് ഡാമേജ് ഉണ്ടാകുമ്പം ആൻഡ് മെനൈഞ്ചിറ്റിസ് ഉള്ള ആൾക്കാർ. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷനാണ്. അതായത് ഇങ്ങനെ കാണിക്കും, ആദ്യം ഹൈപ്പർപെനിയ, പിന്നെ ഏപ്പനിയ. ഫസ്റ്റ് ബ്രീത്തിങ് കൂടും, ഹൈപ്പർപെനിയ, ദെൻ ആപ്പനിയ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഇറഗുലർ റെസ്പിറേഷനാണ് അറ്റാക്സിക് ബ്രീത്തിങ് പാറ്റേൺ. സോ ദാറ്റ്സ് ഓൾ.